ഒരു ദിവസം രാജാവ് നായാട്ട് കഴിഞ്ഞ് മന്ത്രിമാരോടും അനുചരന്മാരോടുമൊപ്പം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കടുത്ത വേനൽക്കാലം, പൊള്ളുന്ന വെയിൽ. വൃദ്ധനായ ഒരു അലക്കുകാരൻ തുണി അലക്കുന്നത് രാജാവ് കാണുവാനിടയായി. ആ മനുഷ്യന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും വിയർപ്പ് ധാരയായി ഒഴുകുന്നുണ്ട്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ അയാൾ ജോലി തുടരുകയാണ്. രാജാവ് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, "അലക്കുകാരാ, 8ൽ 4 ഉള്ളത്? പിന്നെ എന്താണ് നിങ്ങൾ വീട്ടിൽ സുഖമായി ഇരിക്കാതെ ഈ വെയിലത്ത് ജോലി ചെയ്യുന്നത്?" വൃദ്ധൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, "തമ്പുരാൻ നീണാൾ വാഴട്ടെ. ഞാൻ 8നെ 4 കൊണ്ട് ഹരിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു." "പിന്നെ ചെങ്ങാത്തമൊക്കെ എങ്ങനെയുണ്ട്?" മഹാരാജാവിന്റെ ചോദ്യം. "ഒരിക്കൽ നല്ല യോജിപ്പായിരുന്നു പ്രഭോ, ഇപ്പോൾ ചിതറിപ്പോയി." വൃദ്ധൻ കൂസാതെ മറുപടി പറഞ്ഞു. "നിങ്ങളുടെ ബുദ്ധിയോ?" രാജാവ് വീണ്ടും ചോദിച്ചു. "ഒരിക്കൽ എനിക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നു, ഇപ്പോൾ സാമാന്യമായി പോലും ഇല്ല." "നിങ്ങളുടെ കൂട്ടാളികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?" രാജാവ് വീണ്ടും ചോദിച്ചു. "തമ്പുരാനെ, ഒരിക്കൽ അവർ ഒരുമിച്ച് തന്നെ നീങ്ങിയിരുന്നു. ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടിയുണ്ട്. എന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല." രാജാവിന്റെ വിദഗ്ധമായ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരം നൽകിയ വൃദ്ധനെ രാജാവിന് വളരെ ഇഷ്ടമായി. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വൃദ്ധനും കുടുംബത്തിനും തുടർന്ന് ജീവിക്കുവാനുള്ള പെൻഷൻ അനുവദിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്ത് സന്തോഷിപ്പിച്ച് അയച്ചു. എന്നാൽ എപ്പോഴും രാജാവിൻ്റെ സമീപത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിക്ക് രാജാവും വൃദ്ധനും തമ്മിലുള്ള സംഭാഷണവും അതിൻ്റെ അർത്ഥവുമൊന്നും പിടികിട്ടിയില്ല. രാജാവ് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലോ എന്ന് മന്ത്രി സംശയിച്ചു. ഒന്നും അറിയില്ല എന്ന് രാജാവിനോട് പറഞ്ഞാൽ താൻ ഒരു മണ്ടനാണെന്ന് രാജാവ് കരുതുമല്ലോ. എന്തു ചെയ്യും? പ്രധാനമന്ത്രി വൃദ്ധനെ തന്നെ ശരണം പ്രാപിച്ചു. ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത ശേഷം സംഭാഷണത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ മന്ത്രി വൃദ്ധനോട് ആവശ്യപ്പെട്ടു. വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അല്ലയോ മഹാമന്ത്രി, അതെല്ലാം വളരെ ലളിതമാണ്. ആദ്യത്തെ ചോദ്യം മാസങ്ങളെയും വർഷങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു. അവിടത്തേക്ക് അറിയാമല്ലോ, ഒരു വർഷം 12 മാസങ്ങൾ ഉള്ളതിൽ 8 മഴയും തണുപ്പും ഇളം ചൂടുമൊക്കെയായി ആകപ്പാടെ സുഖകരമായ കാലാവസ്ഥയുള്ളവയാണെന്ന്. എന്നാൽ 4 മാസം തീക്ഷ്ണമായ വെയിലും ചൂടുമുള്ള കാലമാണ്. വൃദ്ധനും അവശനുമായ ഞാൻ വെയിലത്ത് ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ തമ്പുരാൻ ചോദിച്ചത്, നല്ല കാലാവസ്ഥയുള്ളപ്പോൾ ഞാൻ വേണ്ടതുപോലെ സമ്പാദിക്കാതിരുന്നതുകൊണ്ടല്ലേ ഈ മോശം കാലാവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നാണ്. ആരോഗ്യമുള്ള പ്രായത്തിൽ നന്നായി ജോലി ചെയ്ത് വേണ്ടത്ര സമ്പാദിക്കുകയും ധനം മിച്ചം വയ്ക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ വാർദ്ധക്യകാലത്ത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്ന സൂചനയും ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എൻ്റെ പല്ലുകളെക്കുറിച്ച് ആയിരുന്നു. ഒരു മനുഷ്യൻ്റെ യൗവനത്തിൽ അയാളുടെ പല്ലുകളെല്ലാം അടുത്തടുത്ത് ചേർന്നിരിക്കും. എന്നാൽ പ്രായമാകുമ്പോൾ അവയിൽ പലതും കൊഴിഞ്ഞു പോകും. പിന്നീട് അദ്ദേഹം ചോദിച്ചത് എൻ്റെ കണ്ണുകളെക്കുറിച്ചാണ്. കണ്ണുകൾക്ക് ദീർഘദൃഷ്ടിയും ഉൾക്കാഴ്ചയും ഉണ്ട്. ദീർഘദൃഷ്ടി ഉള്ളവരാണല്ലോ ബുദ്ധിമാന്മാർ. ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് നല്ല ദൂരക്കാഴ്ചയുണ്ടായിരുന്നു. വളരെ ദൂരെ വരെ എനിക്ക് നന്നായിട്ട് കാണാമായിരുന്നു. ഇപ്പോഴെനിക്ക് സാധാരണ കാഴ്ച പോലും ഇല്ല. താങ്കളെയും എനിക്ക് ഒരു നിഴൽ പോലെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എൻ്റെ പല്ലുകളെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ കണ്ണുകൾക്കും ബാധകമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നിനും ബാധകം തന്നെ. മനുഷ്യന് വാർദ്ധക്യമാകുമ്പോൾ അവയുടെ എല്ലാം പ്രവർത്തനം മന്ദീഭവിക്കും. മഹാരാജൻ എൻ്റെ കൂട്ടാളികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉദ്ദേശിച്ചത് എൻ്റെ കാലുകളെയാണ്. ഒരിക്കൽ അവ എന്നെ എവിടേക്ക് വേണമെങ്കിലും അനായാസം കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഊന്നുവടി സഹായത്തിനുണ്ടെങ്കിലും അതിൻ്റെ തുണ കൊണ്ട് നല്ലതുപോലെ നടക്കാൻ വയ്യ." വൃദ്ധൻ്റെ കുശാഗ്രബുദ്ധിയുടെ പേരിൽ മഹാമന്ത്രി അയാളെ അഭിനന്ദിച്ചു. അയാൾക്ക് നല്ല സമ്മാനവും കൊടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. വളരെ ഉല്ലാസവാനായി. രാജാവ് ഇതിൽ ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായി മറുപടി നൽകാനും വ്യാഖ്യാനിക്കാനുമുള്ള കഴിവ് തനിക്ക് ഉണ്ട് എന്ന വിശ്വാസത്തോടെയായിരുന്നു മന്ത്രി രാജാവിൻ്റെ മുന്നിലേക്ക് ചെന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാമേശ്വരി മുഖ്യ സമസ്ത നിത്യ കാന്താസനാന്തേ കമലായതാക്ഷി
കാമപ്രദേ കാമിനി കാമശംഭോ കാമ്യേ കലാനാമധിപേ നമസ്തേ. നിത്യാദേവിമാരുടെ സാന്നിധ്യം കൊണ്ട് ശോഭിക്കുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിതാ ത്രിപുരസുന്ദരി ദേവിക്ക് നമസ്കാരം. താമരപ്പൂവിൻ്റെ ദളം പോലെ വിശാലവും മനോഹരവുമായ കണ്ണുകൾ ഉള്ള അമ്മേ, അവിടേക്ക് നമസ്കാരം. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന ത്രിപുരസുന്ദരി ദേവി അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. കാമേശ്വരനായ ശ്രീ മഹാദേവന്റെ പ്രിയതമയായ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. കലകൾക്കെല്ലാം ഈശ്വരിയായ കലാനാഥയായ അമ്മയ്ക്ക് നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 140 മന്ത്രമാണ് വിലാസിനി എന്നത്. വിലാസത്തോടു കൂടിയവൾ ആണ് വിലാസിനി. എന്നാൽ മറ്റു ചില അർത്ഥങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ ഈ നാമം കൊണ്ട് സ്തുതിക്കുന്നു. വിലാസോ വിക്ഷേപശക്തിരസ്യ അസ്തീതി തഥാ പീഠശക്തി വിശേഷരൂപാ വാ എന്ന് സൗഭാഗ്യഭാസ്കരം ഈ പദത്തെ വ്യാഖ്യാനിക്കുന്നു. മായയുടെ വിക്ഷേപശക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക ശക്തിയായിട്ടുള്ള പീഠശക്തി എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്നും മറയ്ക്കുന്ന ആവരണശക്തി എന്ന് അർത്ഥം വരും. വിലത്തിന് ബ്രഹ്മരന്ധ്രം എന്നും അർത്ഥമുണ്ട്. വില ആസിനി ഇതി വിലാസിനി, ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്നവൾ, സദാശിവനോടൊത്ത് കഴിയുന്നവൾ എന്നാവും യോഗശാസ്ത്രപരമായ അർത്ഥം. സുഷുമ്നാമാർഗം ശിരസിൽ അവസാനിക്കുന്ന ഭാഗത്തെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നു. ഇത് ഭേദിച്ചാണ് ആത്മാവ് പുറത്തേക്ക് പോകുന്നത്. ഈ മോക്ഷമാർഗത്തെ തടഞ്ഞുകൊണ്ട് ദേവി ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്വച്ഛന്ദ തന്ത്രത്തിൽ ഇങ്ങനെ പറയുന്നത്: ബ്രഹ്മരന്ധ്രത്തിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് രുദ്രന്മാരാൽ ചുറ്റപ്പെട്ട ബ്രഹ്മാണി എന്ന ശക്തി ബ്രഹ്മന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് മോക്ഷമാർഗത്തെ തടയുന്നു. വിലാസം എന്ന വാക്കിന് ലീല, മധുര സംഭാഷണം എന്നിങ്ങനെയും അർത്ഥങ്ങളുണ്ട്. കാമേശ്വരനായ ശ്രീ പരമേശ്വരന്റെ എപ്പോഴും ഉള്ള സാന്നിധ്യം കൊണ്ട് വിലാസത്തോടു കൂടിയവളാണ് അമ്മ. ശ്രീ മഹാദേവന്റെ സാമീപ്യം കൊണ്ട് വിലാസത്തോടു കൂടിയവൾ എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു. അമ്മയുടെ ചിന്താമണി ഗ്രഹത്തിൽ അമ്മയുടെ പീഠത്തിനരികിലായി അമ്മയെ സേവിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ദേവിമാരിൽ ഒരാൾക്ക് വിലാസിനി എന്നാണ് പേര്. ആ ദേവിയെയും ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിലാസത്തോടു കൂടിയവൾ, വിക്ഷേപശക്തിയായിട്ടുള്ള മായാദേവി, വിലത്തിൽ അതായത് ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, വിലാസിനി എന്നു പേരുള്ള ചിന്താമണി ഗ്രഹത്തിൽ അമ്മയെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവി. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത്. ഓം വിലാസിന്യൈ നമഃ. ഓം ഓം ഹ്രേം വിലാസിന്യൈ നമഃ. ഭർത്താവിന് ഭാര്യയോട് സ്നേഹക്കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അല്പം സിന്ദൂരമെടുത്ത് മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് സന്ധ്യാസമയത്ത് ഈ മന്ത്രം 11 പ്രാവശ്യം ജപിക്കുക. എപ്പോഴും സീമന്തരേഖയിൽ ഇത് ധരിക്കുക. ഭർത്താവിന് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ദാമ്പത്യബന്ധം ദൃഢമാക്കുന്നതിന് 21 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുക. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുകയോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുകയില്ല. സൗന്ദര്യവും സൽസ്വഭാവവും ഉള്ള പുത്രനോ പുത്രിയോ ഉണ്ടാകുന്നതിന് ഈ മന്ത്രം 21 പ്രാവശ്യം ഭാര്യയും ഭർത്താവും സന്ധ്യാസമയത്ത് ഒരുമിച്ചിരുന്ന് ജപിക്കുക. അന്നേ ദിവസം അവർ ഒരുമിച്ച് ശയിക്കുക. ഇദം ശരീരം കൗന്ദേയ
ക്ഷേത്രമേത്യഭിധീയതേ. അല്ലയോ അർജുന, ഉണ്ടായി മറയുന്നതായിട്ട് കാണപ്പെടുന്ന ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രം എന്ന പദത്തിന് നൽകിയിട്ടുള്ള നിർവചനമാണ് ഇത്. ശ്രീമദ് ഭഗവത്ഗീത 13-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകഭാഗം. ഉണ്ടായി നശിക്കുന്നത് എന്നാണ് ശരീരം എന്ന പദത്തിന് അർത്ഥം. നശിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ സ്വഭാവവുമാണ്. കാരണം അത് പഞ്ചഭൂത നിർമ്മിതമാണ്. ജീവാത്മാവിൻ്റെ അഭയസ്ഥാനം, കർമ്മബീജത്തിൻ്റെ വിളഭൂമി, ഉണ്ടായി നശിക്കുന്നത്, ഇവയെല്ലാം ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ്. ക്ഷേത്രം, ശരീരം എന്നീ രണ്ട് പദങ്ങൾക്കും ഈ അർത്ഥങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആത്മാവ് നാശമില്ലാത്തതും ശരീരം നാശമുള്ളതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും തന്നെ ചിരഞ്ജീവിയാണ്. കാരണം ശരീരം മാത്രമാണ് നശിക്കുന്നത്. ക്ഷേത്രമാണ് അഥവാ ശരീരമാണ് ഞാൻ എന്ന ബോധം ഉള്ളതുകൊണ്ടാണ് ഈ ശരീരം നശിക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ശരീരം ചിരഞ്ജീവിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ലളിതാ സഹസ്രനാമത്തിലെ 341-ാമത്തെ മന്ത്രം ക്ഷേത്രസ്വരൂപ എന്നതാണ്. ശരീരത്തിൻ്റെ സ്വരൂപത്തിൽ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഭഗവാൻ പറയുന്നത് 31 തത്വങ്ങളോട് കൂടിയതാണ് ക്ഷേത്രം അഥവാ ശരീരം എന്നാണ്. ഈ തത്വങ്ങളെല്ലാം തന്നെ ഭഗവാൻ വ്യക്തമായിട്ട് വിവരിക്കുന്നുമുണ്ട്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചര ഇച്ഛ ദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. മഹാഭൂതാനി ശബ്ദം, രൂപം, രസം, ഗന്ധം എന്നീ 5 മഹാഭൂത തന്മാത്രകളും അഹങ്കാര, മഹാഭൂത തന്മാത്രകൾക്ക് കാരണമായിട്ടുള്ള അഹങ്കാരവും ബുദ്ധി, അഹങ്കാരത്തിന് കാരണമായ സത്വബുദ്ധിയും അവ്യക്തം ഏവ ച, ബുദ്ധിക്ക് കാരണമായ അവ്യക്തവും ഇന്ദ്രിയാണി ദശിയേകം ച, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിങ്ങനെയുള്ള 11 ഇന്ദ്രിയങ്ങളും. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സും കൂടി ചേർത്ത് 11 ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയ ഗോചര പഞ്ച ച, ആകാശം, വായു, തേജസ്, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളായ പഞ്ചഭൂതങ്ങളും ഇച്ഛ, സുഖം നൽകും എന്ന് തോന്നുന്ന പദാർത്ഥങ്ങളോടുള്ള ആഗ്രഹം, ദ്വേഷ, ദുഃഖം നൽകും എന്ന് തോന്നുന്നവയോടുള്ള വെറുപ്പ്, സുഖം അനുകൂലമായ അനുഭവം, ദുഃഖം എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അനുഭവം, സംഘാത, ദേഹം, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ഒരുമിച്ചുള്ള അവസ്ഥ, ചേതന, ദേഹേന്ദ്രിയങ്ങളിൽ ജീവചൈതന്യത്തോടു കൂടിയ അന്ധക്കരണവൃത്തി, ധൃതി, ക്ഷീണിച്ചവശങ്ങളാകുന്ന ദേഹേന്ദ്രിയങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി നിലനിർത്തുന്നതിനുള്ള കഴിവ് എന്നിവയും. ഏതത് ക്ഷേത്രം, ഇത്രയുമാണ് ക്ഷേത്രം എന്ന് സവികാരം, അതിൻ്റെ വികാരങ്ങളെയും ഉൾപ്പെടുത്തി സമാസേന ഉദാഹൃതം, വ്യക്തമായും ചുരുക്കിയും പറയപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 മഹാഭൂത തന്മാത്രകളും അവകൾക്ക് കാരണമായ അഹങ്കാരം, അഹങ്കാരത്തിന് കാരണമായ സത്വബുദ്ധി, ബുദ്ധിക്ക് കാരണമായ അവ്യക്തം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിങ്ങനെ 11 ഇന്ദ്രിയങ്ങൾ, ആകാശം, വായു, തേജസ്, ജലം,
ഭൂമി ഇപ്രകാരമുള്ള ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, സുഖം കിട്ടും എന്ന് തോന്നുന്നവയോടുള്ള ആഗ്രഹം, ദുഃഖിപ്പിക്കും എന്ന് തോന്നുന്നവയോടുള്ള വെറുപ്പ്, അതായത് അനുകൂലമായ അനുഭവവും പ്രതികൂലമായ അനുഭവവും. ദേഹേന്ദ്രിയങ്ങളുടെ ഒരുമിച്ചുള്ള അവസ്ഥ, ദേഹേന്ദ്രിയങ്ങളിൽ ജീവചൈതന്യത്തോടു കൂടിയ അന്ധക്കരണവൃത്തി, ക്ഷീണിച്ച് അവശങ്ങളാകുന്ന ദേഹേന്ദ്രിയങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി നിലനിർത്തുന്നതിനുള്ള കഴിവ് എന്നിവ. ഇത്രയുമാണ് ക്ഷേത്രം എന്ന് അതിൻ്റെ വികാരങ്ങളെയും കൂടി ഉൾപ്പെടുത്തി വ്യക്തമായിട്ടും ചുരുക്കമായും പറയപ്പെട്ടിരിക്കുന്നത്. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ എന്ന 5 തന്മാത്രകളും അഹങ്കാരം, ബുദ്ധി, അവ്യക്തം എന്നീ 3 ചേർന്ന് 8 എണ്ണമാണ് ക്ഷേത്രത്തിൻ്റെ സ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ മൂലരൂപം എന്ന് അർത്ഥം. അവ്യക്തം എന്ന പ്രകൃതിയും നേരിട്ടുള്ള അവ്യക്ത പരിണാമങ്ങളായ ബുദ്ധ്യാദി 7 എണ്ണവും ജഡത്തിൻ്റെ മൂലരൂപങ്ങൾ എന്ന് പറയാം. ശാസ്ത്രവിചാരം ചെയ്യുന്നവർ ജഡത്തിൻ്റെ ഈ വ്യാപ്തി സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ടതാണ്. പുരുഷന്റെ അഥവാ ബോധത്തിൻ്റെ ശക്തിയാണ് പ്രകൃതി. പ്രകൃതി ജഡരൂപിണിയാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ പ്രകടരൂപങ്ങൾ എല്ലാം ജഡമാണ് എന്ന് അർത്ഥം. ബോധത്തെ മറച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു മൂടുപടമാണ് പ്രകൃതിയുടെ ആദ്യത്തെ പ്രകടരൂപം. അതാണ് അവ്യക്തം. സാധാരണ ജീവികൾക്ക് ഉറക്കത്തിൽ അനുഭവപ്പെടുന്നത് ഈ അവ്യക്തമായ ദശയുടെ ഒരു ഏകദേശ രൂപമാണ്. ഇതാണ് ആദ്യത്തെ ജഡാവിർഭാവം. ഈ അവ്യക്ത ദശയെ തുടർന്ന് ഉണ്ടാകുന്ന പ്രാണസ്പന്ദമാണ് സത്വബുദ്ധി അഥവാ മഹത്തത്വം. പ്രപഞ്ചത്തെ മുഴുവൻ സൂക്ഷ്മമായ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന മഹാനായ പ്രപഞ്ചാത്മാവാണ് ഈ സത്വബുദ്ധി. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഇതിനെ കോസ്മിക് എനർജി എന്ന് പറയാം. ജഡത്തിൻ്റെ രണ്ടാമത്തെ പ്രകടമായ രൂപമാണ് ഈ സത്വബുദ്ധി. എനർജി ജഡത്തിൻ്റെ സൂക്ഷ്മ രൂപമാണ് എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. ഈ എനർജിയിൽ ഉടനീളം ആവിർഭവിക്കുന്ന ശബ്ദമയ സ്പന്ദനങ്ങളാണ് അഹങ്കാരങ്ങൾ. അഹങ്കാരങ്ങളുടെ വികസിത രൂപങ്ങളാണ് ശബ്ദസ്പർശാദിഭൂത തന്മാത്രകൾ. അവ്യക്തത്തിൽ നിന്നും ശൃംഖല പോലെ ആവിർഭവിക്കുന്നവയാണ് ജഡത്തിൻ്റെ മൂലരൂപങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൈകാൽ, വായ്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, വായു, ആകാശം, തേജസ്, വെള്ളം, ഭൂമി എന്നീ 5 മഹാഭൂതങ്ങളും. ഇങ്ങനെ 16 എണ്ണമാണ് ജഡസ്വഭാവങ്ങൾ. മൂലരൂപങ്ങൾ കൂടിക്കലർന്ന് ഉണ്ടാകുന്ന വികാസ പരിണാമങ്ങളാണ് സ്വഭാവങ്ങൾ. സ്വഭാവങ്ങളെ വിശകലനം ചെയ്തു നോക്കിയാൽ മൂലരൂപങ്ങളുടെ അംശങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ അവയിൽ കാണാനില്ല. ഇതാണ് സ്വരൂപങ്ങൾക്കും സ്വഭാവങ്ങൾക്കും തമ്മിലുള്ള ഭേദം. അവ്യക്തത്തിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ശബ്ദാദി തന്മാത്രകളുടെയും അംശങ്ങൾ കൂടിച്ചേർന്നവയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. സർവവ്യാപികളായ സൂക്ഷ്മ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണ് ഇന്ദ്രിയ വിഷയങ്ങളായ സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ കൂടിക്കലരലിന് ശാസ്ത്രം പഞ്ചീകരണം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേവലം 8 എണ്ണത്തിൻ്റെ കൂടിക്കലർപ്പുകൾ മാത്രമായതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ 16 എണ്ണത്തെയും സ്വഭാവങ്ങളായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. സ്വരൂപങ്ങളുടെയും സ്വഭാവങ്ങളുടെയും ആവിർഭാവത്തോടുകൂടി ജഡാന്തർഭാഗത്ത് ഉണ്ടാകുന്ന സൂക്ഷ്മമായ പരിണാമങ്ങളാണ് വികാരങ്ങൾ. ഇച്ഛ തുടങ്ങിയ 7 എണ്ണവും ജഡത്തിൻ്റെ അത്തരത്തിലുള്ള സൂക്ഷ്മമായ പരിണാമങ്ങളാണ്. ജഡത്തിൽ നിന്നും ഭിന്നമായ വസ്തുസത്തയൊന്നും തന്നെ അവയ്ക്ക് ഇല്ലതാനും. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം ഈ 4 എല്ലാവർക്കും അനുഭവിച്ച് അറിവുള്ളവയാണ്. ദേഹേന്ദ്രിയാദികൾ വേർപെട്ടു പോകാതെ ഒരുമിച്ച് നിൽക്കുന്നതും
പ്രപഞ്ചഘടകങ്ങൾ ഒത്തിണങ്ങി നിൽക്കുന്നതുമെല്ലാം ജഡത്തിൻ്റെ സൂക്ഷ്മമായ വികാരങ്ങളുടെ ഫലമാണ്. അതാണ് സംഘാതം. ദേഹങ്ങൾക്കുള്ളിൽ ജീവചൈതന്യത്തോടുകൂടി അന്ധഃകരണം വിവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിസൂക്ഷ്മമായ ഈ ജഡവികാരത്തെയാണ് ചേതന എന്ന് പറയുന്നത്. ജോലി ചെയ്ത് തളരുന്ന ദേഹേന്ദ്രിയങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നതും എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഇതിന് വഴിതെളിക്കുന്ന സൂക്ഷ്മവികാരം ഉൾപ്പെടെയുള്ള ജഡതത്വങ്ങളെല്ലാം ഉണ്ടായി മറയുന്നവയും ക്ഷേത്രജ്ഞനാൽ അറിയപ്പെടുന്നവയുമായ കാഴ്ചകളാണ്. അതുകൊണ്ട് ഇവയെ ക്ഷേത്രം അഥവാ ശരീരം എന്ന് പറയുന്നു. ഭഗവാൻ ഇവിടെ 31 ജഡതത്വങ്ങളെയല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചിലർ കൂടുതൽ തത്വങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ സംശയമുണ്ടാവാം. ജഡതത്വങ്ങളെ എത്രയായിട്ട് വേണമെങ്കിലും വിഭജിച്ച് കാണാൻ ഒരു പ്രയാസവുമില്ല. വിഭജനത്തിന് അംഗീകരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ ഭേദം അനുസരിച്ചാണ് സംഖ്യയുടെ കൂടുതലും കുറവും ഉണ്ടാവുക. അതുകൊണ്ടാണ് ജഡവ്യാപ്തി അറിയുവാൻ തക്കവണ്ണം സംക്ഷിപ്തമായും വ്യക്തമായും ഞാൻ വിവരിക്കാം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. ലിംഗപുരാണത്തിൽ ബിഭർത്തി ക്ഷേത്രദാം ദേവി ത്രിപുരാന്തകവല്ലഭ ക്ഷേത്രജ്ഞത്വമതോ ധത്തേ ഭഗവാനന്തകാന്തക. ത്രിപുരാന്തകന്റെ പത്നിയായ അമ്മ ക്ഷേത്രമായിട്ട് മാറുന്നു. അന്തകനായ മഹാദേവനാകട്ടെ ക്ഷേത്രങ്ങളെല്ലാം അറിയുന്നവനും ആകുന്നു. സമസ്ത പ്രപഞ്ചത്തിനും ഉൽപ്പത്തി സ്ഥാനമായതുകൊണ്ടും ഭൂമിയുടെ രൂപത്തിൽ ഉള്ളതുകൊണ്ടും അഥവാ ഭൂമിദേവി ആയതുകൊണ്ടും അമ്മയ്ക്ക് ക്ഷേത്രസ്വരൂപിണി എന്ന നാമം ഇവിടെ അന്വർത്ഥമാകുന്നു. പുണ്യസ്ഥലം, ദേവാലയം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും ക്ഷേത്രം എന്ന പദത്തിന് ഉണ്ട്. അപ്രകാരം നോക്കുമ്പോൾ വിന്ധ്യാചലം, കാമരൂപം, കാഞ്ചി, കാശി, മധുര തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളെ രൂപമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവൾ എന്നും ഈ മഹാമന്ത്രത്തിന് അർത്ഥം വരുന്നു. 36 തത്വങ്ങളോടുകൂടിയ ശരീരത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ, ഭൂമി സ്വരൂപത്തിൽ ഉള്ളവൾ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ളവൾ, പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുടെ രൂപത്തിലുള്ളവൾ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത്. ഓം ക്ഷേത്രസ്വരൂപായൈ നമഃ. ഓം ഓം ഹ്രീം ക്ഷേത്രസ്വരൂപായൈ നമഃ. ശ്രീ മഹാദേവി ക്ഷേത്രസ്വരൂപിണി കൂടിയാണ്. അതായത് ദേവാലയത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ എന്ന് സാമാന്യമായി പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടുത്തെ സായുജ്യം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് 21 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലിയാൽ പുണ്യതീർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്ന സൗഭാഗ്യം ലഭിക്കുന്നതാണ്. സമസ്ത ക്ഷേത്രങ്ങളിൽ നിവസിക്കുന്ന രൂപത്തിലുള്ളവളാണ് അമ്മ. അതുകൊണ്ടാണ് ഈ മന്ത്രം ഇങ്ങനെ ഒരു ഫലം നമുക്ക് നൽകുന്നത്. അനാരോഗ്യം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും മറ്റ് പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നതിനാലും പുണ്യതീർത്ഥങ്ങളിലും പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി അവിടുത്തെ ദർശനവും മറ്റും അനുഭവിക്കാൻ കഴിയാത്തവർക്കും ഈ മന്ത്രം ആശ്രയമാണ്. കൂടാതെ ക്ഷേത്രസ്വരൂപിണിയായ അമ്മയെ പ്രാർത്ഥിച്ചാൽ മാറാത്ത ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. ഏത് മാറാരോഗം മാറുന്നതിനും ബുദ്ധിയും സിദ്ധിയും ഉണ്ടാകുന്നതിനും ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. നമ്മുടെ ശരീരം തന്നെ അമ്മയുടെ ആലയമായി മാറുന്ന അനിർവചനീയമായ അനുഭൂതി നൽകുന്നതിന് ഈ മന്ത്രം സഹായകരം തന്നെ. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.